നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യും. ഒന്നാമത്, പൗലൂസിനൊരു കാര്യം ബോധ്യമായി, ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അത് ക്രിസ്തുവേശുവിലൂടെ ഇവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പൗലൂസ് അവരെ ബോധ്യപ്പെടുത്തുകയാണ്, ക്രിസ്തുവേശുവിലൂടെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ. ഇപ്പൊ ദൈവകൃപ നമ്മിലേക്ക് വ്യാപരിക്കാൻ, ആ കൃപ നമ്മിലേക്ക് കൊണ്ടുവരാൻ കാരണമായി തീർന്നത് യേശു ക്രിസ്തു നിമിത്തമാണ്. അതുകൊണ്ട് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നെങ്കിലും കൃപയും സത്യവും വെളിപ്പെട്ടത് മോശ മുഖാന്തരമല്ല, അത് യേശു ക്രിസ്തു മുഖാന്തരം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. കൃപ എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം, അർഹിക്കാതെ ലഭിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അർഹിക്കാതെ ലഭിക്കുന്നതാണ്, അർഹിക്കാത്ത ഒരാളുടെ മേൽ പകരുന്നതാണ് ദൈവത്തിന്റെ കൃപ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ കാരണമെന്ന് പറയുന്നത്, ആമേൻ, നമുക്കർഹമാകുന്ന ശിക്ഷകളെ മാറ്റിയിട്ട് നമ്മുടെ കൈയുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ മേൽ വരേണ്ട ദൈവിക ശിക്ഷകളെ മാറ്റിയിട്ട്, ആമേൻ, അവന്റെ കൃപയാൽ നമ്മുടെ മേൽ നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും വന്നിരിക്കുകയാ. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, എന്റെ മേലും നിങ്ങളുടെ മേലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ നിമിത്തമാണ് ദൈവിക നന്മകൾ നമ്മൾ അനുഭവിക്കുന്നത്. അത് ആത്മീകമാകട്ടെ, ശാരീരികമാകട്ടെ, ഭൗതികമാകട്ടെ, ദൈവത്തിന്റെ കൃപ നിമിത്തമാണ് ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നാം ദൈവസന്നിധിയിൽ നിന്ന് പെർഫോം ചെയ്തത് കൊണ്ടല്ല, ആമേൻ, നമ്മുടേതായിട്ടുള്ള ഒരു നീതി പ്രവൃത്തി കൊണ്ടുമല്ല നമ്മൾ നിൽക്കുന്നതെന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം ഞാൻ തിരിച്ചറിയാൻ മതിയാകൂ. അല്ല, ഞാനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് പ്രാപിച്ചതോ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചതോ, ആമേൻ, 21 40 ആമേൻ 3 ഉപവസിച്ച് ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയതോ അല്ല ഈ കൃപ. ഇത് നമ്മുടെ മേൽ ദാനമായി യേശു ക്രിസ്തു നിമിത്തം നമ്മുടെ മേൽ വന്നു ചേർന്നതാണ് ഈ കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് പ്രശംസിപ്പാനോ പുകഴുവാനോ മറ്റൊന്നിനുമല്ല, അത് യേശു ക്രിസ്തുവിലാണ്.